കഴിഞ്ഞ ദിവസമാണ് ഭാരതം തങ്ങളുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഈ നിർണായക ദിനത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയം പിന്നെ പ്രധാനമന്ത്രി ഓഫീസും ചേർന്നിട്ട് ചില നിർണായക വിലയിരുത്തലുകൾ നടത്തി. ചില പട്ടിക അപ്ഡേറ്റ് ചെയ്തു. എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുരാജ്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഏതൊക്കെയാണ്? മിതമായി നമ്മോട് ശത്രുതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? എപ്പോൾ വേണമെങ്കിലും നമ്മോട് ശത്രുത തോന്നാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ അവ ഏതൊക്കെയാണ്? ഇതൊക്കെയായിരുന്നു ചർച്ചയ്ക്ക് വന്നത്. അതിൽ ഒന്ന് തുമ്മിയാൽ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഒന്ന് വേഗത കുറച്ച് നിന്നാൽ ഒക്കെ ഭാരതത്തിനെതിരെ തിരിയുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമായി തരംതിരിക്കുകയും ചെയ്തു. ഈ രാജ്യങ്ങളുടെയൊക്കെ എണ്ണം വർഷാവർഷം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നുമില്ല. അതിന് കാരണമുണ്ട്. ഇന്ത്യ അതിവേഗം വളരുന്നൊരു സമ്പദ് വ്യവസ്ഥയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ത്യയുടെ പതിവ് സ്ഥിരം ശത്രുക്കൾക്ക് ഉത്കണ്ഠയുണ്ട്, അരിശവുമുണ്ട്. ഇന്ത്യയുടെ ചില സുഹൃത്ത് രാജ്യങ്ങൾക്ക് അതിലൊക്കെ ആശങ്കയും അങ്കലാപ്പുമുണ്ട് ഇന്ത്യയുടെ വളർച്ചയിൽ. അപ്പോൾ ഇതുകൂടിയാവുമ്പോൾ ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ വേഗത കുറയ്ക്കുന്ന ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ അത് ഏതൊക്കെയാണ്, ഭാവിയിൽ ഏതൊക്കെ ആയിരിക്കും എന്നൊക്കെ ഒരു പട്ടിക, അങ്ങനെയൊരു വിദേശകാര്യ മന്ത്രാലയമുള്ള സമീപനം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതം ആ പട്ടിക പുനഃപരിശോധിക്കുകയാണ്, പട്ടിക പുതുക്കുകയാണ്. ഏതൊക്കെ ഇടങ്ങേറിട്ടിരിക്കുന്ന രാജ്യങ്ങൾ, അവരോടൊക്കെ സുപ്രധാനമായ വിഷയങ്ങളിൽ എന്ത് സമീപനം കൈക്കൊള്ളണം, ഇതൊക്കെയായിരുന്നു പ്രധാനമന്ത്രി ഓഫീസ് ഇടപെട്ട് നടത്തിയ ചർച്ചകളുടെ കാതൽ. ഇനി ഇന്ത്യയുടെ നേർക്ക് തിരിയാൻ സാധ്യതയുള്ള ആ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ശത്രുവാകുന്ന ഹൈ പ്രോബബിലിറ്റി രാജ്യങ്ങൾ, പിന്നെ മീഡിയം പ്രോബബിലിറ്റി, ലോ പ്രോബബിലിറ്റി. ആദ്യത്തേത് ഹൈ പ്രോബബിലിറ്റി, സംശയിക്കേണ്ട, ചൈന തന്നെയാണ്, പാകിസ്ഥാനല്ല. ഇപ്പോൾ ചൈനയ്ക്ക് ആദ്യം US കനത്ത താരിഫ് ചുമത്തിയപ്പോൾ അവർ പതുക്കെ ഇപ്പോൾ ചാഞ്ഞു തുടങ്ങി ഇന്ത്യയുടെ ഭാഗത്തേക്ക്. പിന്നാലെ ഇന്ത്യക്കും US താരിഫ് കിട്ടി. അപ്പോൾ വിഷയം സാമ്പത്തികമാണ്. സാമ്പത്തികമായി ഞെരുക്കം വരുമ്പോൾ ചൈന നേരെ അടുത്ത ശക്തിയായ ഇന്ത്യയുടെ ഒപ്പം തിരിയുന്നു. പക്ഷേ ഇത് സ്ഥിരമല്ല. സാമ്പത്തികമായി ഇന്ത്യയും ചൈനയും എന്നും ലോക വ്യാപാര രംഗത്ത് മത്സരിച്ച് കൊണ്ട് തന്നെ ഇരിക്കും. അത് ലോക നിയമമാണ്. ചൈനയ്ക്ക് ഒരിക്കലും ഇന്ത്യയുടെ തോൾ കൈയിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം പണ്ടായിരുന്നോ ഇന്ത്യ ചൈന ഭായി ഭായി, അതൊക്കെ എന്നേ മാറി. ഇപ്പോൾ പക്ഷേ ചൈനീസ് അധികൃതർ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. അടുത്ത മാസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ കോർപ്പറേഷൻ്റെ ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ സുപ്രധാനമായ ചില നീക്കുപോക്കുകൾ, ഇടപാടുകൾ, ട്രേഡുകളൊക്കെ തുടങ്ങാനാകുമെന്നാണ് ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതീക്ഷ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഏതൊക്കെ ഇടപാടുകൾ യാഥാർത്ഥ്യമായാലും ആ ഒരു ഗ്യാപ്പ്, പഴയ ഇൻഡോ ചൈന ഭായി ഭായി ആ തലത്തിലേക്ക് ഒരിക്കലും എത്താത്ത വിധമുള്ള ഗ്യാപ്പ് ഇപ്പോഴുമുണ്ട്. പിന്നെ സമീപകാലത്തൊന്നും ഈ ഗ്യാപ്പ് അടുക്കാൻ പോകുന്നുമില്ലെന്ന് വ്യക്തമായ ധാരണയുണ്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിന്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യത്തിൽ ഇന്ത്യക്ക് ആശങ്ക ഇത്തിരി കുറഞ്ഞിരിക്കുന്നത് ഗൽവാൻ മാതൃകയിൽ ചൈന ഇനി അതിർത്തിയിൽ ഒരു സംഘർഷത്തിന് മുതിരില്ല എന്നതിനാണ്. കാരണം സൈനിക കമാൻഡർ തലത്തിൽ ആണ് ആ ചർച്ചകൾ അവസാനിപ്പിച്ചത്, വിജയകരമായി അവസാനിപ്പിച്ചു. നയതന്ത്ര ഇടപെടലുകൾ വേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ സൈനിക തലത്തിൽ ആ ചർച്ചകൾ അവസാനിപ്പിക്കുകയും ഇരു രാജ്യങ്ങളുടെയും സൈന്യം ഗൽവാൻ മേഖലയിൽ നിന്നും യഥാർത്ഥ നിയന്ത്രണ രേഖകളിലേക്ക് പിന്മാറുകയും ചെയ്തിരുന്നു. അത് 2 വർഷം മുമ്പുള്ള കാര്യം. പക്ഷേ അതുകൊണ്ട് തന്നെ ഇനി ചൈനയുടെ ഭാഗത്തു നിന്നൊരു സംഘർഷം ഉണ്ടാകുമെന്നുള്ള ഈയിടക്കാലത്ത് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അതൊരു സ്ഥിരമായ നിലപാടല്ലെന്ന് ഓർക്കണം. അടുത്തത് മറ്റാരുമല്ല, നമ്മുടെ പാകിസ്ഥാൻ തന്നെ. സൗഹൃദത്തിൻ്റെ ഭാഷ ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാകാത്ത കൂട്ടർ. കഴിഞ്ഞ 79 വർഷമായി നമ്മുടെ അയൽപക്കത്ത് കിടന്നുകൊണ്ട് രാജ്യത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എവിടെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് നന്നായി അറിയാം. രണ്ടാമതൊരു വട്ടം അതിൽ അവർക്ക് ചിന്തിക്കേണ്ട കാര്യവുമില്ല. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ 2ാം ഭാഗം എപ്പോൾ പുറത്തിറക്കാമെന്ന ആലോചനയിലാണ് ഇപ്പോൾ ന്യൂഡൽഹി. കാരണം അത്രമാത്രം പ്രകോപനപരമായ പ്രസ്താവനകളും പ്രവൃത്തികളും ചേഷ്ടകളുമൊക്കെയാണ് പാക് ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ ഇന്ത്യ പാക് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ മുന്നോടിയായിട്ട് പാകിസ്ഥാനിൽ കിടന്ന് അലച്ചു വിളിച്ചത്. ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഡൊണാൾഡ് ട്രംപ് 2 കൈ നീട്ടി പാകിസ്ഥാനെ കെട്ടിപ്പിടിക്കുമ്പോൾ അമേരിക്ക പാകിസ്ഥാൻ്റെ എക്കാലത്തെയും ഒരു സുഹൃത്തായി മാറിയെന്നാണ്. പക്ഷേ പാകിസ്ഥാൻ അറിയില്ല, ട്രംപിന് ഇന്ത്യക്ക് അറിയാവുന്നതുപോലെ. നിന്ന നിപ്പിൽ തിരിഞ്ഞു നിൽക്കുന്ന ട്രംപ്, അതാണ് ഇന്ത്യ കണ്ട ഡൊണാൾഡ് ട്രംപ്. ആ ട്രംപ് പാകിസ്ഥാനോടൊപ്പം എങ്ങനെയാണ് പെരുമാറുക, അതിന് കാത്തിരുന്ന് കാണണം. അടുത്തത് തുർക്കിയാണ്. സമീപകാലത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്കെതിരെ വന്ന ഡ്രോണുകൾ മാത്രം എടുത്താൽ മതി, തുർക്കി ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് എത്രമാത്രം കടുത്ത ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്
പഠിക്കാനായിട്ട്. ഇന്ത്യക്കുണ്ടായിരിക്കുന്ന ഒരു ഹൈ പ്രോബബിലിറ്റി ശത്രുരാജ്യം തന്നെയാണ് തുർക്കി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെയും ഇന്ത്യക്കെതിരെ ചൈനയും ഒരുപോലെ കയ്യിൽ കൊണ്ടുനടക്കുന്ന പിന്തുണയ്ക്കുന്ന തുർക്കി UN പല വേദികളിലും ഇന്ത്യക്കിട്ട് പലതരത്തിൽ പ്രതിഷേധ പ്രസ്താവനകൾ, ഇന്ത്യക്കെതിരായ പല നിലപാടുകളൊക്കെ പരസ്യമായി ഔദ്യോഗികമായി പറഞ്ഞ തുർക്കി അവരുടെ UN പല നിലപാടുകളും ഇന്ത്യക്കെതിരാണ്. അതുകൊണ്ട് തന്നെ തുർക്കി ഇന്ത്യക്കെതിരായ ഒരു കടുത്ത ശത്രുരാജ്യം തന്നെയാണ്. അടുത്തത് ബംഗ്ലാദേശ്. മുഹമ്മദ് യൂനുസിൻ്റെ താൽക്കാലിക സർക്കാർ എത്ര കാലം ഉണ്ടാകുമെന്ന് ബംഗ്ലാദേശിന് പോലും വ്യക്തമല്ല, ഇന്ത്യക്കും വ്യക്തമല്ല. പക്ഷേ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ് അസ്വസ്ഥമാണ്, ഇന്ത്യക്കെതിരെ തലവേദന തന്നെയാണ്. ബംഗ്ലാദേശിൽ ഇനി ഏതൊരു സർക്കാർ വന്നാലും അവർ ചൈനയുടെയും പാകിസ്ഥാനും കയ്യിലെ കളിപ്പാവയായിരിക്കും. ചൈനയ്ക്കും ബംഗ്ലാദേശിനെ കൊണ്ട് പലതുണ്ട് കാരണങ്ങൾ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്നു, ഗതാഗത മാർഗമുണ്ട്, റോഡ് മാർഗമുണ്ട്. ഇതിലൂടെയുള്ള വാണിജ്യ ചരക്ക് നീക്കം ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്കൊരു നോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറെ കരുതലോടെ കാണുന്ന ഒരു ഹൈ പ്രോബബിലിറ്റി ശത്രുരാജ്യം തന്നെയാണ് ബംഗ്ലാദേശ്. അടുത്ത ഹൈ പ്രോബബിലിറ്റി ശത്രു പട്ടികയിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത രാജ്യമാണ് ഖത്തർ. GCCയിലെ ഒറ്റയാൻ, വേണമെങ്കിൽ തിരുത്തൽവാദി എന്ന് പറയാം. പക്ഷേ പല തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും കൈയച്ച് ഫണ്ടുകൾക്ക് സഹായിക്കുന്ന ഖത്തർ ഇന്ത്യക്കൊരു വിന തന്നെയാണ്, പ്രത്യേകിച്ച് ഭീകരവാദത്തെ എതിർക്കുന്ന ഇന്ത്യ. പക്ഷേ ഇന്ത്യയും ഖത്തറുമായി നിരവധി വ്യാപാര ഇടപാടുകളുണ്ട്, ഒട്ടനവധിയായിട്ടില്ലെങ്കിലും വിരലിടാവുന്ന ചില സുപ്രധാനമായ ഇടപെടലുകളുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് ട്രേഡ് മാർഗത്തിലൂടെ നടന്നുകൊള്ളും. പക്ഷേ ഖത്തറിൻ്റെ ആ സ്വഭാവം, ഈ അടുത്തിടെ ഇറാൻ അടിച്ചിട്ട ഒരു US വ്യോമത്താവളം അത് ഖത്തറിലാണ്. ഇറാൻ ഏറ്റവും എളുപ്പം തകർക്കാൻ കഴിയുന്ന, അമേരിക്കയ്ക്ക് നൽകാൻ പറ്റുന്നൊരു മറുപടി അവിടെയായിരുന്നു. അത് ഇറാൻ നടപ്പാക്കി. അപ്പോൾ US പിന്തുണയുമുണ്ട് ഖത്തറിന്. സൈനിക താവളമടക്കം ഖത്തർ US അനുവദിക്കണമെങ്കിൽ എത്രമാത്രം സഖ്യകക്ഷിയായിരിക്കണം ഖത്തർ US എന്ന് ഓർക്കാം. അപ്പോൾ ഖത്തറും ഇന്ത്യക്ക് ഒരു വിനയാണ്, ഭാവിയിൽ വിനയായിരിക്കും. കാരണം ഖത്തറിൻ്റെ പല നിലപാടുകളും ഇന്ത്യ വിരുദ്ധമാണ്. പിന്നെ കുറേ ഇന്ത്യക്കാർ, നമ്മുടെ കുറേ പ്രവാസികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, മാന്യമായി ജോലി ചെയ്യുന്നുണ്ട്. ഖത്തറിന് ഇന്ത്യൻ വിദഗ്ധരെ ആവശ്യമാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഖത്തർ ഒന്നും മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരവസരം വരുമ്പോൾ വേണമെങ്കിൽ ഖത്തർ ഇന്ത്യക്കെതിരെ തിരിയാം. ഇനി മീഡിയം പ്രോബബിലിറ്റി ശത്രുരാജ്യങ്ങളാണ്. അതിലൊന്ന് US തന്നെയാണ്. ഇന്ത്യയുടെ സുഹൃത്താണെന്ന് ട്രംപ് പലതവണ പറയുമ്പോഴും ഇന്ത്യയുടെ ശത്രുപക്ഷത്താണ് US ഇപ്പോൾ. അവർക്ക് തരംതിരിവുണ്ട്. ചൈനയ്ക്കൊപ്പം ഒരു ഇഷ്യൂ വരുമ്പോൾ അവർ ഇന്ത്യക്കൊപ്പം നിൽക്കും. കാരണം ചൈനയാണ് US ഏറ്റവും വലിയ ശത്രു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ ഇതുവരെ US നിന്നത് പാകിസ്ഥാനൊപ്പമാണ്. മാത്രമല്ല 2 വള്ളത്തിൽ കാലു നിൽക്കുന്ന ഒരു എക്കണോമിക്കൽ ബുദ്ധിരാക്ഷസമായിരുന്നു സ്വയം ഭാവിക്കുന്നവരാണ് ഈ അമേരിക്കക്കാർ. ആ വള്ളം എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ഇന്ത്യൻ എക്കണോമി അതിവേഗം വളരുന്നതാണ് ഇപ്പോൾ US ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഇന്ത്യ തങ്ങൾക്കൊപ്പം ഓടിയെത്തുമെന്ന് അവർക്കറിയാം. പിന്നെ ഇന്ത്യ റഷ്യ ബന്ധം അത് കടുത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് സഹിക്കാനാകാത്തത് കൊണ്ടാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതിന് മറുപടിയായിട്ട് ഇന്ത്യക്ക് ട്രംപ് 50% താരിഫ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ റഷ്യ പിന്മാറുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം അലാസ്കയിൽ നടന്ന ആ ഉച്ചകോടി അത് പരാജയമായി മാറിയത് ട്രംപ് വ്യക്തമായി എന്ന് പഠിക്കണം. കാരണം ഇന്ത്യയെ ഉയർന്ന താരിഫ് നൽകി പീഡിപ്പിച്ചത് കൊണ്ട് റഷ്യ പിന്മാറണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യൽ എനിമിയായി US മാറിയിരിക്കുന്നതെന്ന് പറയുന്നത്. അടുത്തത് നേപ്പാൾ. ഇന്ത്യയുടെ അടുത്ത അതിർത്തി രാജ്യമാണ്, കൊച്ചി രാജ്യമാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നും ഏറെ ആനുകൂല്യങ്ങൾ സഹായങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. എങ്കിലും അവർ ഇന്ത്യ വിരുദ്ധരാണ്. ഇന്ത്യ വിരുദ്ധതയാണ് രാജ്യത്ത് മൊത്തം. അതിർത്തി വിഷയങ്ങളിൽ ഇന്ത്യയുമായി പലതവണ അവർ ഒരു സീറ്റുണ്ട്. കാരണങ്ങൾ പലതുണ്ട്. ചൈന ഭയം ഇതടക്കം നേപ്പാൾ അധികൃതരെ ഇന്ത്യക്കെതിരെ പലതരത്തിലും പല ഘട്ടങ്ങളിലും പ്രസ്താവന അടക്കം നടത്താൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഭീഷണിയാണ് നേപ്പാളിനെ. ഒരു കരുതലോടെയാണ് ഇന്ത്യ നേപ്പാളിനെ കാണുന്നത്. അടുത്ത മീഡിയം പ്രോബബിലിറ്റി ശത്രുരാജ്യങ്ങളിൽ ശ്രീലങ്കയാണ്. കാരണം ഹമ്പട്ടോട തുറമുഖം മാത്രം മതി. ഒരു തുറമുഖം ചൈനയുടെ പക്കലിരിക്കുന്നു ശ്രീലങ്കയിൽ. അത് നിർമ്മിച്ചതും നോക്കി നടത്തുന്നതുമൊക്കെ ചൈന. അപ്പോൾ ചൈനീസ് പണം കൊണ്ട് വളരുന്ന ഒരു രാജ്യം. ശ്രീലങ്കയിൽ ഏത് സർക്കാർ മാറി വന്നാലും അതിലൊന്നിൽ ഇന്ത്യ വിരുദ്ധത ഉണ്ടാകുമെന്നത് നാം നേരത്തെ കണ്ടതാണ്. ഇപ്പോഴത്തെ സർക്കാർ അത് പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും തിരിയാം. കാരണം ചൈനയുണ്ട് അവർക്ക് സാമ്പത്തിക സഹായമായി മറുവശത്ത്. ഇനി അടുത്തത് മ്യാൻമാർ. മ്യാൻമാർ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു കൊച്ചു രാജ്യമാണ്. പക്ഷേ അവിടെ
അമേരിക്കൻ പിന്തുണയുള്ള തീവ്രവാദ വിഘടനവാദ സംഘടനകൾ ഒരുപാടുണ്ട്. അവർക്കെല്ലാം അമേരിക്കൻ ആയുധങ്ങളും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ അതിർത്തിക്ക് ഇപ്പുറത്ത് കടന്ന് മയക്കുമരുന്ന് കടത്തടക്കമുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണ് ഇപ്പോൾ മ്യാൻമാറിലെ വിഘടനവാദി സംഘടനകളുടെ പ്രധാന ജോലി. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇടയ്ക്കിടയ്ക്ക് മ്യാൻമാർ അതിർത്തി കടന്നു നിന്ന് ചില ഓപ്പറേഷനുകൾ നടത്തി വിജയകരമായി തിരിച്ചു വരുന്നത്. അതുകൊണ്ട് മ്യാൻമാറിനെയും ഇന്ത്യ കരുതലോടെ ഭയക്കേണ്ടെങ്കിലും കരുതലോടെ നിർത്തേണ്ട രാജ്യമാണ്. ഇനി അസർബൈജാൻ. ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടൊന്നുമില്ലെങ്കിലും പാകിസ്ഥാനും ചൈനയും ഒന്ന് തുമ്മിയാൽ തിരിച്ചു തുമ്മുന്ന രാജ്യമാണ് അസർബൈജാൻ. അപ്പോൾ പാകിസ്ഥാനും ചൈനയും കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന രാജ്യം. എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഇന്ത്യക്കെതിരെ തിരിയാം അവർ. അത് ന്യൂഡൽഹി നോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനിയുള്ളത് ലോ പ്രോബബിലിറ്റി രാജ്യങ്ങളാണ്. നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഈ ലോ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ലോ പ്രോബബിലിറ്റി എന്ന് വ്യക്തമായി പറഞ്ഞാൽ ശത്രുത ഉണ്ടാകാം, ഭാവിയിൽ ഉണ്ടായേക്കാം, ഉണ്ടാകാതെയും ഇരിക്കാം, സാധ്യതയുണ്ട്. ഇതിൽ പലരും ഇന്ത്യയുടെ സഖ്യകക്ഷികളാണ്. പക്ഷേ ഏത് നിമിഷവും ഇന്ത്യക്കെതിരെ തിരിയാം. നിസ്സാര കാരണം മതി. അതിലാദ്യത്തേത് മറ്റാരുമില്ല, റഷ്യ തന്നെയാണ്. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, വിമാനങ്ങൾ വാങ്ങുന്നുണ്ട്, മിസൈലടക്കം ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, സാങ്കേതികവിദ്യ റഷ്യ ഇന്ത്യക്ക് കൈമാറുന്നുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ ഈ എണ്ണ വാങ്ങല്ലോ, വിമാന ആയുധങ്ങൾ വാങ്ങല്ലോ ഒരു കുറവ് വരുത്തി നോക്കൂ. അല്ലെങ്കിൽ US വാക്ക് കേട്ടിട്ട് ഇതൊക്കെ ഇന്ന് നിർത്തിവെച്ച് നോക്കൂ ഇന്ത്യ. അപ്പോഴറിയാം റഷ്യയുടെ തനിക്കുണം. റഷ്യ ഇന്ത്യക്കെതിരെയും തിരിയും ആ സമയം. അതാണ് പറയുന്നത്, നിലപാടുകളിൽ, നയങ്ങളിൽ, പോളിസികളിലുമൊക്കെ മാറ്റം വന്ന് പോയാൽ അതിൽ പിടിച്ച് തൂങ്ങിക്കിടന്ന് അതിൽ വിഷമിക്കുന്നതും വേദനിക്കുന്നതും അതിൽ അമർഷം പ്രകടിപ്പിക്കുന്നതുമായ രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് റഷ്യയാണ്. കാരണം പുടിനാണ് ഇപ്പോൾ ഇന്ത്യയുമായി ഒത്തു നിൽക്കുന്നത്. അടുത്ത പുടിൻ്റെ കാലം കഴിഞ്ഞാൽ ആരാകും റഷ്യയിൽ വരിക? അതൊക്കെ ഇപ്പോൾ റഷ്യയിൽ പോലും ചർച്ചാ വിഷയമല്ല. പക്ഷേ ന്യൂഡൽഹിക്ക് ഇതൊക്കെ കണക്കൂട്ടി വയ്ക്കേണ്ടി വരും. പിന്നെ റഷ്യയെ പിണക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വേണം ഇന്ത്യ ഇപ്പോൾ നോക്കേണ്ടത്. അടുത്തത് യൂറോപ്യൻ രാജ്യമാണ്, UK അല്ല. കാരണം UK ഇപ്പോൾ ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാറടക്കം ഒപ്പുവെച്ച് ഇരിക്കുകയാണ്. UK ഇന്ത്യക്ക് ഒരു ഭീഷണിയായിരുന്നു. പക്ഷേ ഫ്രാൻസ്, ഇന്ത്യ സൂക്ഷ്മതയോടെ ഒരു അകൽച്ച ഗ്യാപ്പിട്ട് നിർത്തേണ്ടത് ഫ്രാൻസിനെയാണ്. റഫേൽ അടക്കം യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മറ്റിടപാടുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നമ്മുടെ GPay പോലും ഇപ്പോൾ ഫ്രാൻസിൽ ഉപയോഗിക്കാം. പക്ഷെ അതൊന്നുമല്ല, ഇക്കണോമിപരമായി ഇന്ത്യ മുന്നേറുമ്പോൾ യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസിന് ചിലപ്പോൾ കൊള്ളുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ആ ബന്ധം വഷളാകാം. അതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അടുത്ത ജപ്പാൻ. ലോക ട്രേഡിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ജപ്പാന് ഒരാശങ്കയുണ്ടാകാം. കാരണം ഇന്ത്യ തങ്ങൾക്കൊപ്പം എത്തുന്നതിൽ. അതുകൊണ്ട് തന്നെ അടുത്തിടെ ഇന്ത്യക്കെതിരായ ചില പരാമർശങ്ങൾ ജപ്പാനിലെ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജപ്പാനും ഇന്ത്യക്കെതിരാകാം, ആകാതിരിക്കാം. അതാണ് ലോ പ്രോബബിലിറ്റി പട്ടികയിൽ ജപ്പാനെ പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച